ഗൈസ് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന അച്ഛനെവിടെ ചെലവുമാര് ചോദിക്കുന്ന അച്ഛൻ മരിച്ചു പോയാന്ന് ഒക്കെ വരെ. അടങ്ങപ്പാ ഇത് ഉലക നടിപ്പുടാ സാമി. അതുകൊണ്ട് ഗൈസ് ഇന്ന് മൈ ഡാഡി കൂൾ വരുവാണ് ഇല്ലേ ഭാവി? ഇന്ന് അച്ഛൻ വരുന്നു ഗൈസ്. അച്ഛൻ റഷ്യയിലായിരുന്നു ഗൈസ്. അച്ഛൻ 2 വർഷത്തോളം റഷ്യയിലായിരുന്നു. അതുകൊണ്ട് ആർക്കും അറിയത്തില്ല അച്ഛൻ വീഡിയോയിലൊന്നും വരുന്നില്ല. പണ്ടൊരു ഓണ വീഡിയോയിലുണ്ടായിരുന്നു. അതിനുശേഷം അച്ഛൻ പിന്നെ മാഞ്ഞു പോയി. അതിനുശേഷം അച്ഛൻ ഇപ്പോഴാണ് നാട്ടിൽ വരുന്നത്. അതുകൊണ്ട് ആർക്കും അറിയത്തില്ല. ചിലർ മെസ്സേജ് അയച്ചു, ചിലർ എത്ര കമന്റ് ഒക്കെ ചെയ്തു അച്ഛൻ എന്ത് ചെയ്യുന്നു, അച്ഛൻ മരിച്ചു പോയി, അങ്ങനെയൊക്കെ മെസ്സേജ് ഒക്കെ വന്ന്. ഹായ് ജാക്സൺ. കൊച്ചു ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ പറഞ്ഞത്. എത്ര പേര് ആദ്യമായിട്ട് വീട്ടിൽ പറഞ്ഞു? സ്ഥലം വാങ്ങിച്ചപ്പോഴേ ഇവിടെ ഇല്ലായിരുന്നു. വണ്ടി എടുക്കണ ആരും നോക്ക്. വണ്ടി ആരെടുത്ത് ഒരു ചെറു കൊണ്ടുപോയി. ഡ്രൈവറാണ്. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അറിയാമോ നിനക്ക്? മെലിഞ്ഞല്ല, ഡയറ്റ് ഒക്കെ ചെയ്ത് ബോഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആണോ എന്റെ അച്ഛന്റെ ബോഡി ഷോ? എല്ലാരും ചോദിച്ചില്ല അതിന്റെ അച്ഛ ഇങ്ങനെ പിടിക്കും രണ്ടുപേരും, ഇങ്ങനെ പിടിക്കും. അപ്പൻ്റെ അവിടെ ജിമ്മിൽ പാർട്ട്ണറായി. ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. ഇത്ര ഉണ്ടായിരുന്നു വയർ, ഇത്ര ഉണ്ടായിരുന്നു. നിങ്ങൾ വേറെ വീട്ടിൽ പോയി പിടിച്ചാൽ മതി. അപ്പൊ ഇന്ന് നമ്മളൊരു സ്ഥലത്താൻ പോകുന്നു. ട്രിപ്പ്. നമ്മൾ ഇന്ന് ഇറങ്ങിയാൽ നാളെ രാവിലെ എത്തും. അതെ, നമ്മളിപ്പോ എത്ര മണിക്ക് ഇറങ്ങുന്നത്? നമ്മൾ 6 മണി. നമ്മള് കൃത്യനിഷ്ഠ. ക്യാമറ കുറച്ച് വളഞ്ഞിരിക്കുന്നു കാരണം നമ്മുടെ ട്രൈപോഡ് ആന്റി വീഡിയോ എടുക്കണേ. അതിനർത്ഥം എന്താ? ഇവിടെ അച്ചാച്ചന്മാരില്ല ഗൈസ്. അച്ചാച്ചന്മാരില്ലാത്തതിന്റെ കാരണം എന്താണ്? വണ്ടി സ്ഥലമില്ല. ഇനി അവരെ എവിടെ കൊണ്ടിരുത്താൻ? നമ്മുടെ ഫാമിലി ഫുള്ളായിട്ടാണ് പോണത്. അതുകൊണ്ട് അവർക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് അവര് പോയി. ഇതെന്തിന്റെ ട്രിപ്പാണ്, ഇത് എന്തിനുള്ള പുറപ്പാടാണെന്നൊക്കെ വഴിയെ വരുന്നുണ്ട്. എക്സൈറ്റഡ് ആവും ഗൈസ് നിങ്ങൾ. ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. ഒരു കിട്ടില്ല സാധനമാണ്. നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത, ചിലപ്പോ പ്രതീക്ഷിക്കുന്ന ഒരു സാധനമായിരിക്കും. അപ്പൊ ഗൈസ് നമുക്ക് ട്രിപ്പ് പോകാം. പെണ്ണുങ്ങളെല്ലാം സെറ്റ് തന്നെ. സാധനങ്ങളൊക്കെ കയറ്റി. എന്റെ പെട്ടി പൊട്ടിയെന്നൊക്കെ അറിഞ്ഞ് എന്റെ പെട്ടി പൊട്ടിയെന്ന് അത് തുപ്പലിട്ട് റെഡിയാക്കിയെന്ന്. ഞങ്ങള് ജിത്തുചാനെ പെണ്ണെ പ്ലാൻ ചെയ്ത് ഒളിച്ചോടാൻ പോവാണ്. ട്രെയിനിലുള്ള എല്ലാരും കുട്ടി അവിടെ എല്ലാം റെഡി ആയിട്ട് ബാഗെല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട്. ജിത്തുന്റെ ബാഗെല്ലാം സെറ്റ്. ജിത്തു ഇവിടെ ഒന്നുമില്ല. ലേസ് നമ്മൾ ചെന്നൈ എക്സ്പ്രസ് സെക്കൻഡ് പാർട്ട്. ഞാൻ നോക്കുമ്പോ ഒരു വലിയൊരു ഡോണിന്റെ മോളാണത്. ഇല്ല അതിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫൈറ്റിന്. എല്ലാരും എവിടെ പോണ്? സ്ഥലമുണ്ടോ നമുക്ക് എല്ലാവർക്കും? ഇല്ലേ തറയിൽ കിടന്ന് ഉറങ്ങാല്ലേ? ഊട്ടിയിലായ പോണ്. മഴയാ വേണു ഇവിടെ. അപ്പൊ നമുക്ക് ട്രിപ്പ് പോവാം. വാവല്ലേ സ്കൂളിൽ പോയി വീണ് കാലിലൊക്കെ മുറിവായിട്ടൊന്ന് നേരത്തെ നല്ല സങ്കടപ്പെട്ട്
ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ? നമ്മള് ലൊക്കേഷനിലെത്തി. വിളിക്ക്. ഞാൻ പറയാൻ വന്നത് നമ്മൾ ലോക്കൽ കാണിച്ച് ആരാ വരുമെന്ന് പറഞ്ഞു. പച്ച ലൈസ് എവിടെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്? പച്ച ലൈസ് ട്രിപ്പ് തുടങ്ങി അരമണിക്കൂർ പോലും ആയില്ല. ഇതെല്ലാം ഇവര് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഇവരെ മനസ്സ് കവർലിനി ഉണ്ടോ? ഒരിക്കൽ കൂടെ അങ്ങനെ നിൽക്കുവാ. ഇത് പക്ഷേ കുറച്ച് അങ്ങനെ പിടിച്ചിരിക്കുന്നത് കുറച്ച് മുമ്പ് നിൽക്കണം. തിരിഞ്ഞു നിൽക്ക് തിരിഞ്ഞു നിൽക്ക് തിരിഞ്ഞു നിൽക്ക്. ബോറടിക്കും. എപ്പടാ ഇത് മുടിയും. ഇപ്പൊ നമ്മള് ട്രിവാൻഡ്രം കഴിഞ്ഞുണ്ട്. നിന്നെ വിറ്റാ വെക്കട്ടാ. ഞങ്ങളുടെ ഭാവിക്ക് സുഖമില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? അതൊക്കെ സർപ്രൈസ്. അതൊക്കെ നമ്മളൊരു എത്ര ദിവസത്തിൽ ഇറക്കാൻ മറ്റേ കഴിവ് കഴിവുണ്ടോ മച്ചു? കഴിവിനൊക്കെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മള് വന്ന് 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 എവിടെ എത്തി? കൊട്ടാരക്കര എത്തി ഗൈസ്. വിശന്നുണ്ട് കണ്ട അശ്നേച്ചി. നമുക്കൊന്നും തരാതെ ഇരുന്ന് കഴിക്കണം. കൈ പോലും തൊട്ടില്ല. എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാൻ അല്ലേ വാവേ? ആരും കഴിക്കാൻ തന്നില്ല നമുക്ക്. എന്റെ ഫുഡ് കൊള്ളൂല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വാങ്ങിയ ഫുഡ് കൊള്ളൂല. മാമ കഴിച്ച ഫുഡ് കൊള്ളാം. അവൻ തിന്നത് ഞങ്ങളെ ഫുഡ്. ഭയ്യ എങ്ങും പോന്നു. ഭയ്യ എങ്ങും പോന്നു. ഭയ്യ ഒരു കയ്യോത്തം. ചൂടത്ത് വെയിലത്ത് കുട്ടികളുണ്ട്. ഉമ്മ ചോദിച്ചാൽ തരില്ല. ഒരു ഉമ്മ ചോദിച്ചാൽ ബസ്സാണ് ലാഗടിച്ച് ഇരുന്നിരുന്നിരുന്ന് രണ്ടുപേരെ ഛർദ്ദിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മൾ പ്രാർത്ഥിച്ച് പോകണം. ഫുൾ ഷുഗർ പേഷ്യന്റ് ആണ്. എല്ലാ പമ്പിലും കയറി വരും നമ്മൾ മൂത്രം ഒഴിക്കാൻ വേണ്ടി. ഞങ്ങൾ വിചാരിച്ച് ഫുഡൊക്കെ കഴിക്കുന്ന ഫുഡൊക്കെ വരുമ്പോ ക്ലിപ്പ് എടുക്കാതെ. ജോഷി ചേട്ടാ മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞു അന്വേഷിച്ച നല്ല വീഡിയോസ് എടുക്കണം, കറക്റ്റ് ടൈമിന് എല്ലാം എടുക്കണം. എല്ലാം സെറ്റ്. എന്നിട്ട് ഞങ്ങൾ വിചാരിച്ച് ഫുഡ് കഴിക്കണത് ഫുഡൊക്കെ വരുമ്പോ ഒരു ക്ലിപ്പ് എടുക്കാന്ന്. അത് മറന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഞങ്ങൾ കൈ എഴുതാൻ പോയപ്പോ ഞങ്ങൾ വിചാരിച്ചു ഇനി ജ്യൂസ് വരുമ്പോ നമുക്കൊരു ക്ലിപ്പ് എടുക്കാം. അല്ലാതെ ഫുഡ് കണ്ടിട്ടില്ല. നമ്മളിനി എല്ലാം എടുക്കുന്നതാണ്. നമ്മളിപ്പോ തിരിച്ചു കയറാൻ പോകുന്നത്.
നീ ഒന്നും വരെ മിസ് ചെയ്യാതെ എല്ലാം എടുക്കുന്നു. ആനി എന്തോ കൊണ്ട് മൂഞ്ചിയ കോമഡി കൊണ്ടല്ലോ നിന്റെ. നമ്മൾ ആദ്യം TRA പോകുന്നു. ഓക്കെ, TRA പോകുന്നു ആദ്യം. അപ്പൊ നിയാസ്ക്ക് ഈ ട്രാവലിൻ്റെ ഇടയ്ക്കായിരുന്നുകൊണ്ട് 2-3 പടങ്ങൾ ഇറങ്ങിയിട്ട് അതൊന്ന് മിസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഓട്ടത്തിനിടയ്ക്കും പടം കാണാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് നമുക്ക് ആവശ്യം വരുന്നത്. പോപ്കോൺ തിന്നാനുള്ള മൈൻഡ് സെറ്റ് ആണ്. സൂപ്പർ ഡേറ്റ് അവന് ചെറിയ ഡേറ്റ് ആണല്ലോ. ഡേറ്റിലല്ലേ സൂപ്പർ, എല്ലാവർക്കും ഉള്ള സൂപ്പർ ഡേറ്റ്. ഞാനാണ് പ്രോപ്പർ ഡയറ്റ്. തൊട്ട കൈ വെട്ടി. ഒരു പോപ്കോണിൽ എത്ര കാലറി? കൂടിപ്പോയി 1 കാലറി 0 ഫാറ്റ് വല്ലേ ആയിരിക്കും. ഒരെണ്ണാട് കഴിക്കാം, 7 കാലറി ഇങ്ങനെ പതിപ്പ് കഴിക്കാം. നമ്മൾ സുലോചന ഫ്രം സോമേശ്വരം, അതാണ് പടം. അതിന് സംഭവം കൊണ്ടാട്ടോ. പക്ഷെ പടത്തിന് വലിയ ഇതായിട്ടൊന്നും എനിക്കും തോന്നിയില്ല. പക്ഷെ ചിരിക്കാനുള്ള മനസ്സറിഞ്ഞ് ഞാൻ കുറെ ചിരിച്ചിരുന്നു. ഡബിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു മലയാള പടം കാണുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ വിഷ്വൽസും അതിന്റെ ചില സമയത്തുള്ള പാട്ട്. അളിയ വന്നതിന്റെ ഒരു പാട്ടുണ്ട്. അതൊരു ഡ്രിങ്കിങ് എടുത്തോണ്ട് അവനാണ് പടം ഫുള്ള് കൊണ്ടുപോയത്. ഗുഡ് മോർണിംഗ്, വാട്സ്ആപ്പ് സംസാരിക്കാം. എന്തൊക്കെയാണ് വിശേഷം ഗൈസ്? നമ്മളിപ്പോൾ ഉള്ളത് എയർപോർട്ടിലാണ്. എയർപോർട്ടിൽ നമ്മൾ ആരെ പിക്ചർ ആണെന്നെങ്കിൽ ഡാൻസ് ചെയ്യുന്ന പിക്ചർ ആണെന്നെങ്കിൽ ഫോട്ടോ പകുതി ഉറക്കത്തിലിരിക്കണം ഞാൻ. നമ്മൾ 12:45 മറ്റേ ഫ്ലാറ്റിലെത്തി. എന്നിട്ട് ഒരു 1:30 വരെ സിനിമ കണ്ടിട്ടിരുന്ന് എന്നിട്ട് കിടന്ന് പറയും. എന്നിട്ട് 3:30 വീണ്ടും എഴുന്നേറ്റ് ആര് വരുന്നു? ഡാനി ചാച്ചാൻ വരുന്നത്. എന്താ അറിഞ്ഞോടാ, ഭയങ്കര ഇച്ചിങ് ആയി. കറക്റ്റ് ദിവസം ചൂട് വെക്കാൻ പാടില്ല. ഫാർമസി കയറാൻ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ചെയ്യണം. എനിക്ക് നോക്കട്ടെ, തൊടാൻ പാടില്ലടാ. ഇൻഫെക്ഷൻ ആയത് അറിയില്ല. ഫ്ലൈറ്റിൽ കയറുമ്പോ എങ്ങനെ ഇല്ലായിരുന്നു. അച്ഛാ അവരെത്തണതിന് മുന്നേ നമുക്ക് എത്തണം.